പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത ദൈവം ദേവാലയത്തിൽ വസിക്കുന്നില്ല എന്നതാണ്. നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സത്തയാണ്. ആ രീതിയിൽ കാണുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ഈ ദേവാലയത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. എന്നാൽ ഈ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകവും ഉണ്ടാകാറില്ല. കാരണം ജീവനുള്ള ദൈവത്തെ കളിയാക്കുവാനായി അവിടെ വെച്ചിരിക്കുന്ന ആ വിഗ്രഹങ്ങളുണ്ടല്ലോ, കല്ല്, മണ്ണ്, കമ്പി, സിമൻറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ജീവനില്ലാത്ത ആ പ്രതിമകൾ, ഈ കൂട്ടരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ജീവനുള്ള നമ്മുടെ ദൈവത്തിന് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഇരിക്കുന്ന ദേവാലയത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകവും ഉണ്ടാകാറില്ല. നമുക്കറിയാം, ദൈവം മനുഷ്യനിർമ്മിതമായ മന്ദിരങ്ങളിൽ വസിക്കുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ ദൈവം വസിക്കാത്തത്? കാരണം പാപിയായ മനുഷ്യൻ ഉണ്ടാക്കുന്ന മന്ദിരങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന അവൻ്റെ സൃഷ്ടികളും പാപപങ്കിലമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനിർമ്മിതമായ മന്ദിരങ്ങളിൽ വസിക്കാത്തത്. ഒരു രാജാവ് തൻ്റെ കൊട്ടാരം വിട്ട് നാട്ടിലേക്ക് പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു പ്രജയുടെ വീട്ടിൽ താമസിക്കാറുണ്ടോ? ഇല്ല. എവിടെ പോയാലും രാജാവ് തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി വരും. എന്താണ് കാരണം? രാജാവ് ഉണ്ടാക്കിയ കൊട്ടാരത്തിൽ മാത്രമേ താമസിക്കൂ എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്നെ ഉണ്ടാക്കിയ മന്ദിരത്തിൽ മാത്രമേ വസിക്കുകയുള്ളൂ. അപ്പോൾ ഈ മന്ദിരം ഏതാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് ആത്മാവിനെയും ദേഹിയെയും അമ്മയുടെ ഉദരത്തിൽ വച്ച് ആ ദൈവം നൽകി. മാതാപിതാക്കൾ നമുക്ക് ശരീരം തന്നു. എങ്കിൽ പോലും അവിടെ ഉപയോഗിച്ചിട്ടുള്ള ബീജം, അണ്ഡം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പം ചുരുക്കത്തിൽ മനുഷ്യനാണ് ദൈവം നിർമ്മിച്ച ആ മന്ദിരം. അവിടെ മാത്രമേ ദൈവം വസിക്കൂ. ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായി വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച ആ നാൾ വഴികൾ നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യം ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യൻ്റെ കൂടെ നടന്നിരുന്നു, ഉലാത്തുമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി. അപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം അവർക്ക് വേണ്ടി തിരയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്ന് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവത്തെ കാണുന്നു. അതിനുശേഷം ദൈവം വീണ്ടും ചിന്തിച്ചു, ഇല്ല, ഞാൻ ഇനിയും മനുഷ്യൻ്റെ അടുത്തേക്ക് നീങ്ങിച്ചെല്ലണം. അപ്പോൾ ദൈവം മോശയെ കൊണ്ട് സമാഗമന കൂടാരം ഉണ്ടാക്കി അതിലുള്ള അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ അഭിഷേകം അപ്പപ്പോൾ ഇറങ്ങി വന്നിരുന്നു. അവിടെയും ദൈവം വസിച്ചിരുന്നില്ല. അവസാനം ഈ നിയമപ്പെട്ടകം, ഉടമ്പടിയുടെ പെട്ടകം ശലോമോൻ നിർമ്മിച്ച യെരുസലേം ദേവാലയത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഇപ്പോൾ ദൈവം ജെറുസലേം ദേവാലയത്തിലായി. അപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ
തുടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥ. മനുഷ്യൻ്റെ ഉള്ളിൽ പാപമുണ്ട്. അതുകൊണ്ട് വചനമായ ദൈവം ഒരു പൂർണ്ണ മനുഷ്യനായി അവതരിച്ച് ഏതാണ്ട് 33.5 വർഷം നമ്മുടെ ഇടയിൽ യേശു കർത്താവ് നടന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല. അപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം എന്നായിരുന്നു. യേശു കർത്താവ് രക്തം ചിന്തി മരിച്ച് നമ്മെ പാപത്തിൽ നിന്നും വിടുവിച്ച് രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അങ്ങനെ പെന്തക്കോസ്താ നാളിൽ ദൈവം പരിശുദ്ധാത്മാവായി നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു. ആ പരിശുദ്ധാത്മ ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തെ ആ ദേവാലയത്തിലോ ഈ ദേവാലയത്തിലോ ആ പള്ളിയിലോ ഈ പള്ളിയിലോ നോക്കിയാൽ അവിടെ കാണില്ല. ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ 2-3 പേർ ഒന്നിച്ചേരുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാവും. അപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആത്മീയ സാന്നിധ്യം അപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ച് മറ്റെങ്ങോട്ടും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. തീർത്ഥാടനം, മലകയറ്റം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് ആ മലയിലോ ഈ മലയിലോ അല്ല, നമ്മുടെ ഉള്ളിലാണ് ആ ദൈവം. ആ ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മുടെ സംസാരം, ചിന്തകൾ, പെരുമാറ്റം, പ്രവൃത്തികൾ എല്ലാം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നയിക്കും. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടു പോകുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ വിട്ടു പിരിയുകയുമില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ദൈവം വസിക്കുന്നു. നമ്മൾ ചലിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് ആ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപസംഹരിക്കുന്നു. ആമേൻ.